ഈ അമ്മ എവിടെ പോയി? എത്ര നേരം ഈ അമ്മേനെ കാത്തിക്കണേ. എന്തൊരു കഷ്ടപ്പത്. അമ്മേനെ എങ്ങനെയല്ലോ ഇങ്ങനെ വഴി തിരിച്ച് കൊണ്ടുവരണം. ഒരു ഐഡിയ ഉണ്ട്. അമ്മ, ഞാൻ അമ്പലത്തിൽ പോവാട്ടോ. അമ്മയ്ക്ക് വല്ല പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോവാണേ അമ്പലത്തിലോട്ട്. അമ്മ വരുന്നുണ്ടോ? അമ്മ ഉണ്ടെങ്കിൽ വേഗം ഒരുങ്ങിയിട്ട് വാട്ടോ വേഗം ഒന്ന് ഒരുങ്ങിയിട്ട് വരും. മോളെ, ഞാനും വരുന്നുണ്ട് അമ്പലത്തേക്ക്. എന്തായാലും ഇവിടെ ഇരുന്നതൊരു കാര്യമല്ലോ. ഒരു സൊയ്യൊക്കെ ഇല്ലേന്ന്. അപ്പുറത്തൊന്നും ഒക്കെ ബഹളാണ്. അപ്പം ഏതായാലും ഞാനും ഉണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. മോളെന്താ റെഡി ആവണമെന്നില്ലേ? രാവിലെന്ന് വെച്ചാൽ അതേപോലെയാണല്ലോ. എന്തൊന്നും റെഡി ആവണമെന്നില്ല. ഞാൻ പോയിട്ടെന്നാലേ ഷാളൊന്ന് മാറ്റിയിട്ട് വരാം. സാരി ഒന്ന് ആർക്ക് എന്നെ കൊണ്ടൊന്ന് സാരി കൊടുക്കാൻ മോളെ. ഒന്ന് വേഗം പോയിട്ട് ഒന്ന് വേഗം റെഡി ആയിട്ട് വരാം. മോളപ്പേക്കൊന്ന് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. മേക്കപ്പൊക്കെ ഒന്നാവട്ടെ ഒന്ന് വേഗം പോയിട്ട് വാ. ഞാൻ അപ്പേക്ക് റെഡി ആവട്ടെ. ഓക്കെ. അമ്മേ, ഞാൻ റെഡി ആയിട്ടോ. ഞാൻ റെഡിയായി. സാരി രസമല്ലേ അമ്മേ? ഞാൻ ഇങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവന്ന സാരിയാണ്. എങ്ങനെയുണ്ട്? രസമല്ലേ? ഞാൻ ഇത്രയൊക്കെ തന്നെ ഒരുങ്ങണുള്ളൂ അമ്മേ. ഉറക്കത്തിൽ നിന്ന് നീച്ചാൽ അതേപോലെ തന്നെ ഒന്നും അല്ലല്ലോ. ചേച്ചി ജസ്റ്റ് കണ്ണെരി, കണ്ണൊക്കെ പോയി. സാരല്ല. കണ്ണെരിയുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുഞ്ഞ മാലയുണ്ട്, കമ്മലുണ്ട്, ഇവിടെ ഇങ്ങനെ സ്റ്റൈലിഷ് ഉണ്ട്. അത്രയ്ക്ക് പോരെ ഞാൻ റെഡി ആവാൻ. ഇനി അമ്മ റെഡിയായോ? അമ്മ തിരിട്ട് റെഡി ആയിട്ടില്ല അമ്മേ. ഞാൻ എന്താ കാട്ടെ? ഇങ്ങനെ പോകണ്ടേ? ഇനി ഞാൻ നേരം വൈകിട്ടാവും പോവുക. ഞാനല്ല, അമ്മയും അമ്മയും നേരം വൈകിട്ടാവും ഞാൻ അവിടെ എത്തുക അമ്പലത്തിൽ. ഈ വൈകുന്നേരത്ത് പോകണ തന്നെയല്ലേ കുറച്ചുകൂടി നല്ലത്. ചായയും കുടിച്ചില്ല, ഒന്നും കുടിച്ചില്ല. വേഗം ഒന്ന് റെഡിയായി വാ അമ്മേ. അതാ വന്നു മോളെ, ഞാൻ വന്ന്. മുടിയൊന്ന് ചാറ പറ ഇങ്ങനെ നിന്നതൊന്നേ കേട്ടോ. ഷാളൊക്കെ ഓക്കെ അല്ലേ മോളെ? ഒക്കെ സെറ്റല്ലേ മോളെ? പോവാന്നല്ലേ നമുക്കെന്നാ പോവാ. മുടിയൊക്കെ ഒന്ന് സെറ്റാക്കരുത്, അതാണ് നേരെ വൈകിയത്. പോവാ. മോള് സാരി എന്നാ എടുത്തത്? നല്ല രസമുണ്ട് കേട്ടോ മോളെ. എന്നാലും രസമുണ്ട് സാരി. മോളെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സാരി എടുക്കാനൊക്കെ പറ്റുള്ളൂ. എന്തോ ഒരു കുറവുണ്ട് മോൾക്ക്. അത് വാങ്ങാനുള്ള പൈസയില്ല, അത് വാങ്ങാനുള്ള എനർജിയൊക്കെ സബ്സ്ക്രൈബും ലൈക്കും തരാൻ പറയാം ആൾക്കാരോട്. അപ്പോൾ നമുക്ക് ശക്തി കിട്ടൂലേ.